റോഷ്നി കിടക്കുന്നത് വെന്റിലേറ്ററിലായതുകൊണ്ട് തന്നെ അവളെ കാണാൻ ചില പ്രത്യേക സമയമുണ്ട്. രാവിലെ 2 പേർക്ക്, വൈകിട്ട് 2 പേർക്ക്, അങ്ങനെ മാത്രമേ അകത്തേക്ക് കയറ്റൂ. ആ സമയത്ത് വേണം അകത്തേക്ക് കയറി ഹരി വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കാൻ കഴിയൂ. ഹരിയെ പുറത്തേക്ക് കിടത്തുന്നതിന് മുൻപാണ് റോഷ്നിയെ രുത്തിനും ദേവേന്ദ്രനും കാണിച്ചു കൊടുത്തതാണ്. ഇനിയിപ്പോ നാളെ രാവിലെ ആവണം. ഉറങ്ങിയോ? ക്യാൻറ്റീനിൽ പോയി ഫുഡ് വാങ്ങിക്കൊണ്ടുവന്ന റൂമിലേക്ക് വന്നപ്പോൾ ലച്ചുവിനെ നോക്കി റയാൻസ് ചോദിച്ചു. ലച്ചു അതിനൊന്ന് മൂളി. ഹരി നല്ല ഉറക്കത്തിലാണ്. അവന് നല്ല ക്ഷീണമുണ്ട്. മരുന്നൊക്കെ കയറിയത് കൊണ്ടാവാം വെറുതെ കിടക്കുമ്പോ കണ്ണുകൾ താനെ അടഞ്ഞു പോകുന്നു. ഭക്ഷണം കഴിച്ചു. ഉച്ചയ്ക്ക് എന്തോന്ന് കഴിച്ചതല്ലേ? വയറ്റില് ദാഹിക്കുമ്പോഴേക്കും ഓരോന്ന് കഴിക്കേണ്ട സമയമാണ്. പറഞ്ഞ് ഞാൻ കുഴങ്ങിയെന്നല്ലാതെ നീ അനുസരിക്കുന്നില്ലല്ലോ. സുഭദ്ര റയാൻഷിന്റെ കയ്യിൽ നിന്നും ഫുഡിന്റെ കവർ വാങ്ങിക്കൊണ്ട് പറയുമ്പോൾ റയാൻഷ് ലച്ചുവിനെ ഒന്ന് നോക്കി. ഹരിയെ നോക്കി അവന്റെ അടുത്തേക്ക് ഇരിക്കുകയാണ്. അമ്മ എന്താ കഴിക്കാഞ്ഞത്? ലച്ചു തിരിച്ചു ചോദിച്ചു. ഉച്ചയ്ക്ക് എന്തോ പഴമോ വെള്ളമോ കുടിച്ചതാണ്. പിന്നെ ഈ നേരം വരെ ഒന്നും കഴിച്ചിട്ടില്ല. എന്റെ പോലെയാണോ നീ? നിന്റെ വയറ്റിലൊരു ജീവനുണ്ട്. നീ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്താൽ മാത്രമേ ആ ജീവനും വലതും കിട്ടൂ. സുഭദ്ര ലച്ചുവിനെ നോക്കി കടുപ്പിച്ചു പറയുമ്പോൾ ലച്ചു ഒന്നും മിണ്ടിയില്ല. കഴിക്കാൻ തോന്നുന്നില്ല അമ്മേ, തൊണ്ടയിൽ നിന്നും ഇറങ്ങുന്നില്ല. കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് ലച്ചു പറയുമ്പോൾ സുഭദ്ര അവൾക്കുള്ള 3 ചപ്പാത്തിയും പ്ലേറ്റിലേക്കിട്ട് അവൾ അടുത്തേക്ക് ഇരുന്നു. സുഭദ്ര തന്നെയാണ് ലച്ചുവിന് വാരി കൊടുത്തതും. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. അമ്മ അമ്മ എനിക്കൊരു അത്ഭുതമാണമ്മേ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം ലച്ചു സുഭദ്രയെ നോക്കി ചോദിക്കുമ്പോൾ സുഭദ്ര വേദനയോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് മുത്തി. സുഭദ്ര എഴുന്നേറ്റ് പോയപ്പോൾ ലച്ചു അവർ തന്നെ നോക്കിയിരുന്നു. സ്വന്തം മകളാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ കിടക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെയൊക്കെ ചങ്കുറപ്പോടെ നിൽക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യാണ്. ആ സ്ഥാനത്ത് അവളായിരുന്നെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ തളർന്നു കിടക്കേണ്ടി വന്നിരുന്നു. ശ്രീ, റയാൻഷ് വിളിച്ചപ്പോൾ ലച്ചു സുഭദ്രയിലും നോട്ടം മാറ്റി അവന്റെ മുഖത്തേക്ക് നോക്കി. കുറച്ചു നേരം കിടന്നുറങ്ങിക്കോ കുഞ്ഞി. അത് ചോദിക്കുമ്പോൾ ലച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഹരിയെ ഇങ്ങനെ കണ്ണിന് മുന്നിൽ കാണുന്നത് കൊണ്ട് അവന്റെ കാര്യത്തിൽ ഇപ്പോൾ പേടിയോ ടെൻഷനോ ഒന്നുമില്ല. പക്ഷെ എന്തെന്നറിയാതെ റോഷ്നി കിടക്കുന്നത് ആലോചിച്ചാണ് ഇപ്പൊ ടെൻഷൻ. ഇന്ന് കാണാൻ പറ്റില്ലല്ലോ ശ്രീ. നാളെ രാവിലെ നമുക്ക് 2 പേർക്കും കൂടെ കയറി കാണാം. ഇപ്പൊ നീ ഒന്ന് ഉറങ്ങ. ലച്ചുവിന് തലയിൽ തലോടിക്കൊണ്ട് റയാൻഷ് പറയുമ്പോൾ അവളത് അനുസരിച്ചു. സുഭദ്രയും ലച്ചുവും കൂടെ ഒരു ബെഡിലാണ് കിടന്നത്. കിടന്നതും ലച്ചു വേഗം ഉറങ്ങി. സുഭദ്ര കുറച്ചു നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നെങ്കിലും പിന്നെ ഉറങ്ങി. VIP റൂമാണ്. 2 സെക്ഷനായിട്ടാണ് കയറി ചെല്ലുമ്പോൾ സെറ്റ് ചെയ്ത ഒരു ചെറിയ ഹാൾ. അവിടെ 2 വലിയ കോർണർ സെറ്റിയുണ്ട്. ചുമരിലായി ഒരു ടിവിയും. അത് കഴിഞ്ഞാൽ പിന്നെ പേഷ്യന് കിടക്കാനും ഒപ്പമുള്ളവർക്ക് കിടക്കാനും ഒക്കെയുള്ള ബെഡ്. അവിടെയും TV ഉണ്ട്. ഒരു ബാത്റൂം ഉണ്ട്. വാഷ് ബേസിനും അങ്ങനെയെല്ലാം സൗകര്യമുള്ള റൂമാണ്. റയാൻഷ് ക്യാൻറ്റീനിൽ നിന്ന് തന്ന ഭക്ഷണം കഴിച്ചത് കൊണ്ട് പിന്നെ കഴിക്കാനൊന്നും പോയില്ല. സുഭദ്രയിലേച്ചും ഉറങ്ങുന്നത് നോക്കി അവൻ ലൈറ്റ് ഓഫ് ചെയ്തു. ഇപ്പൊ ഹരി കിടക്കുന്ന ബെഡിന്റെ അടുത്ത് മാത്രം ഇത്തിരി വെളിച്ചമുണ്ട്. AC ഓൺ ആക്കിയത് കൊണ്ട് അതിന്റെ ഒരു വെളിച്ചമാണ്. റയാൻഷ് ഹരിയുടെ അടുത്തേക്ക് ചെന്ന് കണ്ണുകൾ തുറന്ന് കിടക്കുകയാണ്. നീ എപ്പോഴാ എഴുന്നേറ്റെ? അവന്റെ അടുത്തേക്ക് ഇരിക്കുമ്പോൾ റയാൻഷ് ചോദിച്ചു. ഹരി ഒന്നും മിണ്ടാതെ റയാൻഷിന്റെ മുഖത്തേക്ക് നോക്കി. ഒന്നും ആലോചിക്കേണ്ട, ഒരു ചെറിയ ആക്സിഡന്റ്, അത്രയുള്ളൂ. അതിൽ കൂടുതലൊന്നും സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കുകയില്ല. അവന്റെ ഉള്ളിലെ ചിന്തകൾ മനസ്സിലാക്കി റയാൻഷ് പറഞ്ഞു. എനിക്കൊന്ന് കാണിച്ചു തന്നാൽ മതിയടാ. പിന്നെ ഞാൻ ചോദിക്കില്ല. പിന്നെ ഈ കാര്യം പറഞ്ഞ് നിങ്ങളെ ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. ഒരൊറ്റ തവണ, എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഒരൊറ്റ തവണ കാണിച്ചതായോ? ഹരി കെഞ്ചുന്ന പോലെ പറയുമ്പോൾ റയാൻഷ് ഒന്നുകൂടെ അവന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. കാണിച്ചു തരാം, അതിന് ചില സമയമുണ്ട്. നീ ICUവിൽ കിടക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും കാണാൻ വന്നിരുന്നോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് അവളെയും. എപ്പോഴും പോയി കാണാൻ പറ്റില്ല. അവർ ഒരു സമയം പറയും, ആ സമയത്ത് പോയി കാണാം. ഇനി ഈ രാത്രി അവർ കാണിച്ചു തരില്ല. നാളെ രാവിലെ ഒരു 9 ഒക്കെ ആകുമ്പോഴേക്കും കാണിച്ചു തരും. അന്നേരം ഞാൻ നിന്നെ വീഡിയോ കോൾ വിളിച്ച് കാണിക്കാം. റയാൻ സമാധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഹരി അത് സമ്മതിച്ചുകൊണ്ടൊന്ന് മൂളി. നിങ്ങൾക്കൊക്കെ ഞങ്ങളോട് ദേഷ്യമാകും അല്ലേ? അത് ചോദിക്കുമ്പോൾ ഹരിയുടെ ശബ്ദം ഇടറി. എന്തിനാ നിങ്ങളോട് 2 പേരോടും ദേഷ്യം? ഞങ്ങളും കൂടെ സമ്മതിച്ചിട്ടല്ലേ നീ അവളെയും കൊണ്ട് നിന്റെ വീട്ടിൽ പോയത്? ഒന്ന് കറങ്ങിട്ട് വരട്ടെ എന്ന് നീ ചോദിച്ചപ്പോൾ ഞാനും എന്റെ അച്ഛനും ഒക്കെ സമ്മതിച്ചുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ. അതിന് നിങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്തിനാ വരാനുള്ളത്? എന്താണെങ്കിലും എപ്പോഴാണെങ്കിലും വരും. അതിന് മറ്റുള്ളവരെ പഴി ചാരിയിട്ടൊന്നും കാര്യമില്ല. റയാൻ ഹരിയുടെ കയ്യിൽ പതിയെ തലോടിക്കൊണ്ട് പറയുമ്പോൾ ഹരി ഒന്ന് ചിരിച്ചു. എനിക്ക് നിന്നൊന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ടാ അളിയ. വല്ലാത്തൊരു ഇഷ്ടത്തോടെ ഹരി കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് പറയുമ്പോൾ നിനക്ക് പറ്റില്ലെങ്കിൽ എന്താ, എനിക്ക് പറ്റുമല്ലോ എന്നൊരു പറച്ചിലൂടെ റയാൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് ഹരിയെ ചെറുതായി എന്ന് കെട്ടിപ്പിടിച്ചു. 2 പേരെയും കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞിരുന്നു.
ഞാൻ ഞാൻ പറഞ്ഞതാ സീറ്റ് ബെൽറ്റ് ഇടാൻ. ഞാൻ പറഞ്ഞതാ കേട്ടില്ല. പറഞ്ഞ അനുസരണയില്ലല്ലോ നിന്റെ പെങ്ങൾക്ക്. റയാൻഷ് അവനിൽ നിന്ന് മകന്നപ്പോൾ ഹരി കണ്ണ് നിറച്ചുകൊണ്ട് ഇടറിക്കൊണ്ട് പറഞ്ഞു നിർത്തി. സീറ്റ് ബെൽറ്റ് ഇട്ടായിരുന്നെങ്കിൽ ഇത്രയ്ക്കൊന്നും പറ്റില്ലായിരുന്നു. ഇതിപ്പോ റോട്ടിലേക്ക് വീണില്ലേ? തല എവിടെയെങ്കിലും ഇടിച്ചോ ആവോ? ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? ഹരി ചോദിക്കുമ്പോൾ പെട്ടെന്ന് അതിനൊരു ഉത്തരം പറയാൻ കഴിയാതെ അവന് സ്റ്റക്കായി. ബോധം വന്നപ്പോ എന്നെ ചോദിച്ചോ? ഹരി ചോദിക്കുമ്പോൾ അവന്റെ കണ്ണിൽ ചെന്നിയുടെ കണ്ണുനീർ ഒഴുകിയിറങ്ങി. കാറിൽ വെച്ച് മതിയാവോളം ഉമ്മ വെച്ചിട്ട് പിന്നെയും പിന്നെയും ഉമ്മ വെക്കാൻ വരുന്നവളുടെ മുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞു. അവസാനത്തെ ഉമ്മയാവോ അത്? അല്ലെങ്കിൽ ഇനി കുറെ ദിവസത്തിന് പറ്റില്ലെന്ന് കരുതി എല്ലാം കൂടി ഒരുമിച്ച് നിന്നിട്ട് പോയതാണോ? കുഞ്ഞി. ആ ചിന്തകളൊക്കെ മനസ്സിലേക്ക് ഓടി വന്നപ്പോൾ അവൻ ഇടർച്ചയോടെ വരണ്ട ചുണ്ടുകൾ കൊണ്ടൊന്നും ഒഴിഞ്ഞു. കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് സങ്കടം കടിച്ചു പിടിച്ച് കിടക്കുന്നവനോട് എന്തു പറയണമെന്നറിയാതെ റയാൻഷൻ കുഴങ്ങി. പിറ്റേന്ന് എന്തൊക്കെയോ ശബ്ദം കേട്ടുകൊണ്ടാണ് ലച്ചു കണ്ണുകൾ തുറക്കുന്നത്. ഉറക്കമൂടിയ കണ്ണുകൾ പതിയെന്ന് ചിമ്മി ചിമ്മി തുറന്ന ശേഷം അവളുടെ നോട്ടം പോയത് ഹരിയിലേക്കാണ്. നേഴ്സ് വന്ന് അവന് മരുന്ന് കൊടുക്കുകയും ട്രിപ്പ് മാറ്റുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. ലച്ചു പതിയെ കിടന്നിടത്തുനിന്ന് എഴുന്നേൽക്കാൻ നോക്കി. ആകെ ഒരു ക്ഷീണം, തല കറങ്ങുന്ന പോലെ. എങ്ങനെയോ എഴുന്നേറ്റിരുന്നു. ഇപ്പോ വേദനയുണ്ടോ? നേഴ്സ് ഹരിയോട് ചോദിക്കുന്ന കേട്ടിട്ടാണ് ലച്ചു ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റത്. പക്ഷേ തല കറങ്ങി നിലത്തേക്ക് വീഴുന്നതിന് മുൻപ് റയാൻഷ് പിടിച്ചു. എന്തേ, തല കറങ്ങുന്നുണ്ടോ? ലച്ചുവിനെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് റയാൻഷ് ചോദിക്കുമ്പോൾ ലച്ചു തല കുലുക്കി കാണിച്ചു. രണ്ടുപേരും ഒരുപോലെ നോക്കിയത് ഹരിയുടെ മുഖത്തേക്കാണ്. അവൻ ഇവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. ചെറിയൊരു തലകറക്കം, അത് ഈ സമയം ഉണ്ടാവുന്നതാ. നീ അത് കഴിക്കും. അവനത് കുടിക്കാൻ കൊടുക്കാമ. ഞാൻ ഇവിടെ ഒന്ന് ഫ്രഷ് ആക്കട്ടെ. ഹരിയെ സുഭദ്രയെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ നേരെ ലച്ചുവിനെ കൊണ്ട് ബാത്റൂമിൽ കയറി ഡോർ അടച്ചു. ഹരി അവരിൽ നിന്ന് നോട്ടം മാറ്റി സുഭദ്രയെ നോക്കി. ഒരു കയ്യിൽ ഒരു പാൽ ഗ്ലാസ് പിടിച്ചു നിൽക്കുന്നുണ്ട്. തരട്ടെ? ഒരു കൈ കൊണ്ട് സ്പൂൺ കയ്യിലെടുത്തുകൊണ്ട് ചോദിക്കുമ്പോൾ ഹരി തല കുലുക്കി. ഓരോ സ്പൂണായി സുഭദ്ര അവന്റെ വായിലേക്ക് പാല് കൊടുത്തു. പാലിൽ മുക്കി ബണ്ണും അവന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഒന്നും ആലോചിക്കേണ്ട, ഒക്കെ ശരിയാകും. കുറച്ചു കഴിഞ്ഞാൽ ലച്ചുവിനെയും കിച്ചുവിനെയും കുഞ്ഞിയെ കാണാൻ വിളിക്കും. അന്നേരം നിനക്ക് ഫോണിൽ അവളെ കാണിച്ചു തരും. നേരിട്ട് കാണാനൊന്നും ആയിട്ടില്ല. അതിന് നിങ്ങളുടെ രണ്ടുപേരുടെയും ആരോഗ്യം ഒന്നുകൂടെ ശരിയാവാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പരസ്പരം കാണാം. അവന്റെ ചെന്നിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് സുഭദ്ര പറയുമ്പോൾ ഹരി ഒന്നും മോളി. സുഭദ്ര വഴക്കു പറയുന്നതും ദേഷ്യപ്പെടുന്നതുമെല്ലാം അവിടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. എന്തെങ്കിലും ഒന്ന് പറയുമെങ്കിലും അതൊക്കെ കാര്യത്തിന് വേണ്ടിയായിരുന്നു. പക്ഷെ ഒരൊറ്റ നോട്ടം കൊണ്ട് പോലും അവർ ഈ സമയം ഹരിയെ ശകാരിക്കാനോ കുറ്റപ്പെടുത്താനോ തുനിഞ്ഞില്ല. ഇപ്പോ തല ചുറ്റുന്നുണ്ടോ? ലച്ചു നിന്നുള്ള പിടിവിട്ട് ബ്രഷിൽ പേസ്റ്റ് തേച്ചുകൊണ്ട് റയൻ ചോദിക്കുമ്പോൾ ലച്ചു ഇരുന്ന് തലയാട്ടി ചുമരിലേക്ക് ചാരി നിന്നു. ബ്രഷ് ചെയ്ത ശേഷം ഒന്ന് ഫ്രഷ് ആവും. എന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും കുഞ്ഞെ കാണാനുള്ള സമയമാകും. ഞാൻ വല്ലതും വാങ്ങിയിട്ട് വരട്ടെ. കയ്യിലുള്ള ബ്രഷ് അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവൻ പറയുമ്പോൾ ലച്ചു തല കുലുക്കി. റയൻഷ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലച്ചു ബ്രഷ് വായിലേക്ക് വെച്ചു. ആ നിമിഷം തന്നെ അവൾ വാഷ് ബേസിനിലേക്ക് ഛർദ്ദിച്ചു. പുറത്തേക്ക് ഇറങ്ങിയ റയൻഷ് അതുപോലെ തന്നെ അകത്തേക്ക് കയറി. സുഭദ്രയും ഹരിയും ഒരുപോലെ ബാത്റൂമിന്റെ ഭാഗത്തേക്ക് നോക്കി. ഛർദ്ദിക്കാ കിച്ചുവേട്ടാ? വായിലെ കയ്പ് കൊണ്ട് ചുളിഞ്ഞ മുഖത്തോടെ കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് ലച്ചു പറയുമ്പോൾ റയാൻഷ് അവളെ അലിവോടെ നോക്കി. ലച്ചു വീണ്ടും ഛർദ്ദിച്ചു. റയാൻഷ് അവളെ പുറത്ത് പതിയെ തലോടി കൊടുത്തു. ലച്ചു കരഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചാരി. അത് നീ എന്തിനാ കരയുന്നത് ശ്രീ? ഇതൊക്കെ ഗർഭിണിയാകുമ്പോൾ സാധാരണ എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവുന്നതല്ലേ. അതിന് കരയുക ചെയ്യാ. അവളുടെ അവസ്ഥയാണ് അവളെ കരയിക്കുന്നതെന്ന് അവനറിയാം. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവളിപ്പോൾ ആകെ തളർന്നു പോയിരിക്കുകയാണെന്നും അവൻ അറിയാത്തതല്ല. പക്ഷെ എന്തിനും ഏതിനും ഇങ്ങനെ കരയുമ്പോൾ ശരിയാവത്തില്ലല്ലോ. എനിക്ക് വയ്യ കിച്ചുവേട്ടാ. അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തിക്കൊണ്ടാണ് ലച്ചു അത് പറഞ്ഞത്. റയാൻഷ് അവളുടെ നെറ്റിയിലൊന്ന് മുത്തി. നിനക്ക് വിളകി പോണോ? അവിടെ ആരാ? മുഖമയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ് അവളത് ചോദിച്ചത്. കിച്ചുവേട്ടന്റെ വീട്ടിലേക്ക് ഞാൻ പോയാൽ അവിടെ കിച്ചുവേട്ടനും അമ്മയും അച്ഛനുമില്ല. എന്റെ വീട്ടിൽ ആരുമില്ല. അവസാനം പറഞ്ഞു വന്നപ്പോൾ അവൾ കരഞ്ഞു. റയാൻഷ് ഒന്നും പറയാതെ അവളെ ചേർത്ത് പിടിച്ചു. ലച്ചു, കിച്ചു. ഡോറിൽ തട്ടിക്കൊണ്ട് സുഭദ്ര വിളിച്ചു. ഭാര്യയും ഭർത്താവും കൂടെ ബാത്റൂമിൽ കയറിയിട്ട് സമയം കുറച്ചായിരുന്നു. ഞാൻ അവളെന്ന് ഫ്രഷ് ആക്കിയിട്ട് വരാമ. അമ്മ അച്ഛനോട് പറഞ്ഞിട്ട് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കേ. റയാൻഷ് ഡോർ തുറക്കാതെ അത് ലോക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു. ഒപ്പം നെഞ്ചിൽ ചാഞ്ഞുകൊണ്ട് അവനെ നോക്കുന്നവളുടെ നെറുകയിലൊന്നും മുത്തി. സുഭദ്ര ലച്ചുവിന് ഉടുക്കാനുള്ളത് എടുത്ത് ടേബിൾ വെച്ച ശേഷം പുറത്തേക്ക് നടന്നു. അമ്മ. ഹരി വിളിച്ചതും സുഭദ്ര അവനെ നോക്കി. അമ്മ ഇവിടെ ഇരുന്നോ? എന്റെ വല്യച്ഛനെ വിളിച്ചാൽ മതി, അദ്ദേഹം വാങ്ങിയിട്ട് വരും.
ഹരി പറയുമ്പോൾ സുഭദ്ര ഒരു ചിരിയോടെ അവന്റെ അടുത്തേക്ക് വന്നു. നിന്റെ അച്ഛനും അമ്മയും തന്നെയാണ് ഞങ്ങളും. നിന്നെ നോക്കേണ്ടവർ തന്നെയാണ് ഞങ്ങളും. നാളെ ഞങ്ങളുടെ കുഞ്ഞിക്ക് ബോധം വന്നാൽ അവൾ ചോദിക്കും, ആളെ ഹരിയെ നേരെ നോക്കിയില്ലേന്ന്. അതിന് നല്ലൊരു മറുപടി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയണം. സുഭദ്ര അതും പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു. അവന്റെ ഉള്ളിൽ എന്താകുമെന്ന് അവർ ഊഹിക്കാൻ കഴിയും. അവന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഇവരൊക്കെ അവന്റെ പെങ്ങളുടെ ഭർത്താവിന്റെ ആളുകളാണ്. അവൻ കെട്ടാൻ പോകുന്ന കുട്ടിയുടെ വീട്ടുകാരാണ്. അവരെ അവൻ ബുദ്ധിമുട്ടിക്കുന്നതിൽ ചില പരിധികളുണ്ടല്ലോ. പക്ഷെ അന്നേരം അവന്റെ മനസ്സിൽ അതൊന്നും ആയിരുന്നില്ല. സുഭദ്ര പറഞ്ഞിട്ട് പോയ ആ വാക്കുകളായിരുന്നു. കുഞ്ഞിക്ക് ബോധം വന്നാൽ അതിനർത്ഥം കുഞ്ഞിക്കിപ്പോ ബോധം വന്നിട്ടില്ല. ഇപ്പൊ എന്നല്ല, അവൾക്ക് ആക്സിഡന്റ് ശേഷം ബോധമേ വന്നിട്ടില്ല. ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു. നിറഞ്ഞ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. കാണാനുണ്ടോ? റയൻഷ് അടക്കി പിടിച്ച് ചോദിക്കുമ്പോൾ ഹരി സ്ക്രീനിൽ കാണുന്ന ആ മുഖത്തേക്ക് നോക്കി. മുഖമൊന്നും കാണുന്നില്ല. മുഖത്തെന്തോ ഉണ്ട്. പിന്നെ പോരത്തതിന് മുറിവ് ഡ്രസ് ചെയ്തത്. അങ്ങനെ എന്തൊക്കെയോ അവളുടെ മുഖത്തുണ്ട്. മുഖം കാണാനില്ല. ഹരി ഒന്നും മിണ്ടിയില്ല. റയൻഷ് വലത്തെ കൈയിൽ ഫോൺ മുറുക്കെ പിടിച്ച ശേഷം ഇടത്തെ കൈ കൊണ്ട് ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. വിളിച്ചു നോക്ക്, എന്തെങ്കിലും പറഞ്ഞു നോക്ക്. റയൻഷ് പറയുമ്പോൾ ലച്ചുവിന്റെ നെഞ്ചിൽ നിന്നാകുന്ന കണ്ണുകൾ അമർത്തി തുടച്ചു. കരയരുത്, കരഞ്ഞ് നിലവിളിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളെ അകത്തേക്ക് അവൻ കയറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും കരഞ്ഞാൽ അവൻ നല്ല വഴക്ക് പറയുമെന്ന് അവൾക്കറിയാം. കുഞ്ഞി. റോഷ്നിയുടെ ചെവിന്റെ അരികിൽ ചുണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് പതിയെ അവളൊന്ന് വിളിച്ചു. അനക്കൊന്നുമില്ല. ലച്ചു കീഴ്ച്ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് സങ്കടം ഒതുക്കിക്കൊണ്ട് റയൻഷിനെ നോക്കി. റയൻഷ് ഫോണിലേക്ക് കണ്ണ് കാണിച്ചു. ലച്ചുവിന്റെ കണ്ണും ഫോണിലേക്ക് നീണ്ടു. കുഞ്ഞി, ഏട്ടത്തെ മോളെ വിളിക്കുന്നത്. ഒന്ന് കണ്ണ് തുറന്നേ, ഒന്ന് മോൾക്ക് എങ്ങനെ ചെയ്യ്. അത് പറയുമ്പോൾ ലച്ചു വീണ്ടും കരഞ്ഞു. അനക്കൊന്നുമില്ല. റയൻഷ് ഒരു കൈ ഉയർത്തി അവന്റെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു. ശേഷം കയ്യിലുള്ള ഫോണിലെ സ്ക്രീനിലേക്ക് നോക്കി. കണ്ണ് നിറച്ചോണ്ട് സങ്കടം ഒതുക്കിക്കൊണ്ട് ഒരുത്തൻ കിടക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഈ സമയം കണ്ടവൻ ഊഹിച്ച് മനസ്സിലാക്കി കാണും. ഞാനൊന്ന് വിളിക്കട്ടെ, നീ ആ ഫോൺ അവളെ ചെവിട്ട് നേരെ പിടിച്ചേ. ഹരി പറയുമ്പോൾ റേഞ്ച് അവൻ പറഞ്ഞ പോലെ ചെയ്തു. ലച്ചു ഒരൽപ്പം പിന്നിലേക്ക് മാറി നിന്നുകൊണ്ട് അവരെ നോക്കി. ഹരി കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു. കുഞ്ഞി, കണ്ണ് തുറക്കടാ. ഞാൻ വിളിക്കുന്നത് കേൾക്കുന്നുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അത്ര പറയാനേ അവന് കഴിഞ്ഞുള്ളൂ. അനക്കൊന്നും കേൾക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവന്റെ വാക്കുകൾ മുറിഞ്ഞു. കയ്യിൽ പിടിച്ച ഫോൺ അവന്റെ കയ്യിൽ നിന്നും ബെഡിലേക്ക് വീണു. അവൻ ഉറക്കെ കരഞ്ഞതും അവന്റെ അടുത്ത് നിന്നിരുന്ന വൃദ്ധനും ഹരിയുടെ വല്ലേശനും മോനും അവനെ ചേർത്ത് പിടിച്ചു. ലച്ചും റയാൻഷും അപ്പോഴും അനക്കമില്ലാതെ കിടക്കുന്ന റോഷ്നി നോക്കി നിൽക്കുകയാണ്. ഹരി കണ്ണുകൾ അടച്ചു കിടക്കുകയാണ്. ഒരുപാട് നേരം കണ്ണുകൾ അടച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ ഉറങ്ങുകയാവും എന്നൊരു വിശ്വാസത്തിലാണ് രുദ്രൻ അഞ്ജുവിനോട് ഫോണിൽ സംസാരിക്കുന്നത്. ഇല്ല, കണ്ണു തുറന്നില്ല. ഒന്നും മൂളിക്കുകയോ നോക്കുകയോ ഒന്നും ചെയ്തില്ല. രാവിലെ കയറിയപ്പോൾ ലച്ചും കിച്ചും കുറെ വിളിച്ചു നോക്കി. ഹരിയെ വീഡിയോ കോൾ വിളിച്ച് അവനും വിളിച്ചു നോക്കി. ഒരനക്കവും ഇല്ല. ഒന്നും അറിയാതെ ഒന്നിനോടും പ്രതികരിക്കാതെ കിടക്കുക. പറയുന്നതിന്റെ ഒപ്പം രുദ്രൻ അവന്റെ കണ്ണുകൾ അമർത്തി അമർത്തി തുടയ്ക്കുന്നുണ്ട്. വൈകുന്നേരം അച്ഛനും അമ്മയും കൂടെ കയറി. അപ്പോഴും ഒരനക്കമില്ല. മരുന്നിനോട് പ്രതികരിച്ച് തുടങ്ങിയിട്ടില്ലെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ആ തലയിൽ ബ്ലഡ് കട്ട പിടിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പക്ഷേ പ്രതികരിച്ച് കിട്ടണം. രുദ്രൻ അതും പറഞ്ഞിട്ട് ഹരിയെ നോക്കി. അവന്റെ ചെന്നിയിലൂടെ ഒഴുകുന്ന കണ്ണുനീർ കണ്ടപ്പോൾ ഹരി ഉറങ്ങിയിട്ടില്ലെന്ന് രുദ്രന് മനസ്സിലായി. രുദ്രൻ നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുളച്ചു. ഞാൻ പിന്നെ വിളിക്കാം. അത്രമാത്രം പറഞ്ഞിട്ട് ഫോൺ ഓഫ് ചെയ്ത ശേഷം രുദ്രൻ ഹരിയുടെ അടുത്തേക്ക് ഇരുന്നു. റയാൻഷും ലച്ചും സുഭദ്രയും കൂടെ ക്യാൻറ്റീനിൽ പോയതാണ്. പുറത്ത് ആരൊക്കെയോ നിൽക്കുന്നുണ്ട്. പക്ഷെ ഹരിക്ക് ചെറുതായി ഇൻഫെക്ഷൻ പ്രശ്നമുള്ളത് കൊണ്ട് അവർ പുറത്തു തന്നെ നിൽക്കുകയാണ്. എല്ലാവർക്കും കൂടെ ഇടിച്ചു കയറി അകത്തേക്ക് കടക്കാൻ പറ്റില്ല. ഹരി, രുദ്രൻ അവന്റെ അടുത്തേക്ക് ഇരുന്ന് ആ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ പതിയെ തുടച്ചു കൊടുത്തു. അതിന്റെ ഒപ്പം രുദ്രന്റെ കണ്ണുകൾ അവന്റെ തലയിണയിലേക്ക് പതിഞ്ഞു. കണ്ണുനീർ പതിയുന്ന ആ പച്ചക്കവർ നനഞ്ഞ് കുതിർന്നിട്ടുണ്ട്. എപ്പോഴോ തുടങ്ങിയ തേങ്ങലാണെന്ന് രുദ്രൻ അന്നേരം മനസ്സിലായി. നീ ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് ടെൻഷൻ അടിച്ച് കരഞ്ഞാൽ അവൾക്ക് ബോധം വരുമോ? വരാൻ വിധിച്ചത് വരാതിരിക്കോ? സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ പേരിൽ ഒരു സങ്കടം വേണ്ട. അനുഭവിക്കാം, അതേ വഴിയുള്ളൂ. അവന്റെ കയ്യിൽ പതിയെ തലോടി കൊടുത്തുകൊണ്ട് രുദ്രൻ പറഞ്ഞു. ഈ രീതിയിൽ അവനെ ഉപദേശിച്ച പോലെ കാര്യമുള്ളൂ. അല്ലെങ്കിൽ അവൻ പിന്നെയും കരയും. ഞങ്ങൾക്കൊന്നും സങ്കടം ഇല്ലെന്നാണോ നീ കരുതിയിരിക്കുന്നത്? ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നേയുള്ളൂ. ഒറ്റക്കൈയിൽ ഓരോ മുറിയിൽ നിന്ന് ഞങ്ങളും കരയുന്നുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കരഞ്ഞുകൊണ്ട് തന്നെ നടന്നാൽ ശരിയാവില്ല. കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് രുദ്രൻ പറയുമ്പോൾ ഹരി കണ്ണുകൾ തുറന്ന് രുദ്രന്റെ മുഖത്തേക്ക് നോക്കി.
സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. ഇടാൻ പറഞ്ഞതാ, ഞാൻ കേട്ടില്ല. ഹരി കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് പറയുമ്പോൾ രുദ്രൻ സങ്കടത്തോടെ അവനെ നോക്കി. എത്ര തവണയാണ് അവൻ ഇത് തന്നെ പറയുന്നത്? സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ലെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു, ഇത്ര തന്നെ പരിക്കും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. ഒന്ന് ദേഷ്യപ്പെടാൻ, ഒന്ന് ഗൗരവത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ അവളത് അനുസരിക്കുമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ലല്ലോ. ആ സങ്കടമാണ് അവന്. ഇനിയിപ്പോ അത് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഹരി. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞില്ലേ, ഇനി അത് തന്നെ പറഞ്ഞു കരഞ്ഞിട്ട് എന്ത് കാര്യം? ഹരിയുടെ കണ്ണിൽ നിന്ന് മുഴുകുന്ന കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് രുദ്രൻ പറയുമ്പോൾ ഹരിയുടെ ചുണ്ടുകൾ കൂടുതൽ വിതുമ്പി. ഒന്ന് കാണാൻ സമ്മതിക്കുവാവോ? കുറച്ചു നേരത്തിന് ശേഷം ഹരി ചോദിക്കുമ്പോൾ രുദ്രൻ അവന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. നീ ഇന്ന് രാവിലെ കണ്ടില്ലേ, അതുപോലെ തന്നെയാണ് ഇപ്പോഴും. ഇനി അതിൽ വല്ല മാറ്റവും വന്നാലും ഈ അവസ്ഥയിൽ നിനക്ക് അവളെ നേരിട്ട് കാണാൻ കഴിയില്ല. 1-2 ദിവസം കഴിയട്ടെ, നിന്റെ കാലിലെ മുറിവൊക്കെ ഒന്ന് ശരിയാവട്ടെ. രുദ്രൻ പറയുമ്പോൾ ഹരി ഒന്നും മിണ്ടിയില്ല. ഇവരൊക്കെ പറയുന്നത് സമ്മതിച്ചു കൊടുക്കാല്ലാതെ വേറെ വഴികളൊന്നും അവന്റെ മുന്നിലില്ല. ഇനി കുറച്ചു നേരം ഉറങ്ങിക്കോ, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാം. ഹരിയെ കൂടുതലൊന്നും പറയാൻ സമ്മതിക്കാതെ രുദ്രൻ ഇരുന്നിടത്തൊന്നും എഴുന്നേറ്റ് ലൈറ്റ് ഓഫ് ചെയ്തു. കുറെ നേരം ഓരോന്നൊക്കെ ആലോചിച്ച് കിടന്നു. അതിനിടയിൽ ലച്ചും റയാൻഷും അച്ഛനും അമ്മയും ഒക്കെ വന്നത് അവൻ അറിഞ്ഞു. ഹരി ആ ഇരുട്ടിൽ അങ്ങനെ കിടന്നു. ഒരു ചെറിയ ചുമരുണ്ട്, ഹാള് പോലെ. മുന്നിൽ അവനും മറ്റേ ഭാഗത്ത് എല്ലാരും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഹരി കണ്ണുകൾ അടച്ചുകൊണ്ട് അവർ സംസാരിക്കുന്നതും ചെവി ഓർത്ത് കിടന്നു. അതിനിടയിൽ എപ്പോഴോ അവന്റെ കണ്ണുകൾ ഉറക്കത്തിലേക്കും വഴുതി വീണു.